ഹലോ, ബോൺജൂർ. സോ നീ എന്തിനാണ് ഫ്രഞ്ച് പഠിച്ചത്? ദാറ്റ്സ് എ മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നീ എന്താണ് ഫ്രഞ്ച് പഠിച്ചത്? നീ എന്തിനാണ് ഫ്രഞ്ച് പഠിച്ചത്? സോ ഞാൻ ഫ്രഞ്ച് പഠിച്ചത് ഇംഗ്ലീഷ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. സോ ഇംഗ്ലീഷ് എന്താ പറയാ, നമ്മൾ ലാംഗ്വേജസ് എല്ലാം ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ജർമ്മൻ പഠിക്കണോ, സ്പാനിഷ് പഠിക്കണോ, ഫ്രഞ്ച് പഠിക്കണോ, ഇങ്ങനെ നോക്കിയപ്പം പിന്നെ ചില വേർഡ് ഒറിജിൻ ഒക്കെ ഇംഗ്ലീഷിന്റെ വേർഡ് ഒറിജിൻ ഒക്കെ തേടി പോയപ്പം മോസ്റ്റ് ഓഫ് ദിസ് എന്താണ് 47-50% ഓഫ് ദ വേർഡ്സ് ഇൻ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ആർ ലൈക്ക് സെയിം ആണ് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലിപികളെല്ലാം നോക്കിയപ്പോൾ സ്ക്രിപ്റ്റ്സ് അഡീഷണൽ ആയിട്ട് ഒന്നും പഠിക്കേണ്ട. സ്ക്രിപ്റ്റ്സ് സെയിം ആണ്, 26 ആൽഫബറ്റ്സ് ആണ്. ഇംഗ്ലീഷിലുള്ള പോലെ തന്നെയാണ് ഫ്രഞ്ചിലത്തെ 26 ആൽഫബറ്റ്സും. അപ്പൊ നമുക്ക് ഇന്ന് 26 ആൽഫബറ്റ്സ് നോക്കാം ഫ്രഞ്ചിലത്തത്. അപ്പോൾ വെരി സിമിലർ ആണ്. അപ്പോൾ 26, ആസ് യു ക്യാൻ സീ all 26 ആൽഫബറ്റ്സ് ആർ ജസ്റ്റ് സെയിം, പക്ഷേ പ്രൊനൗൺസിയേഷൻ ഈസ് ഡിഫറെന്റ്. സോ ദാറ്റ്സ് ദ ഓൺലി ഡിഫിക്കൽട്ടി. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. സോ ഫസ്റ്റ് ആൽഫബറ്റ് ഫോർ യു, ദാറ്റ് ഈസ് എ എന്നുള്ളത് മലയാളം നമ്മൾ ഫസ്റ്റ് ആൽഫബറ്റ് ഉള്ള പോലെ ആ എന്നാണ് വായിക്കുക. സോ എ ഈസ് അ and B. And what is B? B is be. B is be. Then C. C is say. Then D. D is they. E is little tricky. Okay. So E എങ്ങനെയാണ്? So E is a. So it is a. Your lips should be rounded when you say a. So here ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് a. So എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റത്തില്ല. സോ പറ്റുന്ന പോലെയാണ് ഞാനിവിടെ എഴുതുന്നത്. ഓക്കെ. സോ So you should be pronouncing it with your rounded lip. So then next is F ആണ്. F almost same തന്നെയാണ്. F. Then next is G. So next G എങ്ങനെയാണ്? G is kind of J പോലെയാണ്. അപ്പോൾ G not exactly like J, പക്ഷേ J plus J. Then H ആണ്. H is ash. And I ആണ്. I എങ്ങനെയാണ്? I is like E. Then J ആണ് നെക്സ്റ്റ്. J എങ്ങനെയാണ്? J is kind of G പോലെയാണ്. എന്നാൽ exactly not G but G. Okay. So G. Then next is K. K is K. നമ്മൾ മലയാള ആൽഫബറ്റ് K എന്ന് എഴുതുന്ന പോലെയാണ്. K. Then L. M N O. സെയിം ആണ് like in English. So L M N O. Then P is almost same like be ആക്കിയ പോലെ തന്നെ ഒരു A സൗണ്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ P is pay. Then Q ആണ്. Q എങ്ങനെയാണ്? Qന് ഒരു Kന്റെ ഒരു ടിഞ്ചും കൂടിയും കൊടുക്കണം. Q. ഓക്കെ. Then R is the trickiest എന്ന് പറയും. It's like guttural R എന്ന് പറയും. Throttle എന്ന് വരണമെന്ന് പറയും. So തൊണ്ടയിൽ നിന്ന് വരണം. ഓക്കെ. സോ നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊനൗൺസ് ചെയ്യാം? R is air. So your throat should be vibrating എന്ന് പറയും. So air. Then S is same as in English. S. Then T is te. A sound കൊടുക്കുക. T is te. Then U is, your lips should be more rounded. Exactly U അല്ല. U. Then V is again A sound കൊടുക്കുക. So way. Then W നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? W 2 V ആണ് എഴുതുന്നത്. അപ്പൊ double way ആണ്. Double way is W for you. And X എങ്ങനെയാണ്? X is X. Then Y എങ്ങനെയാണ്? Y is Y. സോ Y എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും മെജോറിറ്റി അത് എന്താ പറയാ, നമ്മുടെ വേർഡ്സിലെല്ലാം വരുമ്പോൾ അത് ഐന്റെ പോലെ തന്നെയാണ്. ഇ സൗണ്ടാ കൊടുക്കുക. ഐനെ നമ്മൾ ഇ എന്നാണ് പറഞ്ഞല്ലേ. അപ്പൊ വൈയും നമ്മൾ ഇ സൗണ്ടിലേക്കാണ് വരുക. Then Z ആണ്. Last 26th alphabet is Z. Z is said. Okay. So these are 26 alphabets for you. And extra bonus tip. സോ ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ലെറ്റർ കോമ്പിനേഷൻസ് ആണ് പഠിക്കേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ IN, ON, EN ഇവിടെയൊക്കെ N ആണ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ N നമുക്ക് കേൾക്കാം, ഈ സൗണ്ടുകളെല്ലാം കേൾക്കും പറയുമ്പോൾ. സോ IN is A for you. Then ON is U for you. സോ ഇതെല്ലാം നീസലാണ്. N ഒന്നും നമുക്ക് ഇവിടെ കേൾക്കുന്നില്ല. EN, AN ഒക്കെ O സൗണ്ടിലേക്കാണ് പോവുക. O. Then IN is A. Then ON is O. Then AN, EN is O. സോ ഈ ആ ഓ ഉ സൗണ്ട് 3 സൗണ്ടും നമ്മൾ റെഡിക്ക് പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് സ്പീക്കിംഗ് ഏറ്റവും ഈസി ആവുക. സോ മോസ്റ്റ് ഓഫ് ദ എന്താണ് നമ്മൾ സ്റ്റുഡൻസിന് എടുക്കുമ്പോൾ എപ്പോഴും തെറ്റ് വരുന്നതാണ്. എന്നിന്റെ പ്രൊനൗൺസിയേഷൻ ചെയ്യും. സോ ഇങ്ങനെ നേസൽ സൗണ്ട്സ് ഇംഗ്ലീഷിലില്ല. അപ്പൊ അത് പ്രൊനൗൺസ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം.
So mastering the nasal sounds are very important. And there are some letter combinations also I will say. So EAU എന്നുള്ള ലെറ്റർ എവിടെ വന്നു കഴിഞ്ഞാലും അത് O എന്നാണ് വായിക്കുക. സോ ഇറ്റ് വിൽ ബി EAU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ എന്നാണ് അർത്ഥം. സോ ഇറ്റ് വിൽ ബി O in French. So EAU is O. Then double LE വരുമ്പോൾ മെജോറിറ്റി കേസും there are some exceptions. So double LE വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും വായിക്കുക എന്നുള്ള സൗണ്ട് ആയിരിക്കും വരിക. സോ ഫോർ എക്സാമ്പിൾ ഫീ എന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഗേൾ ഓർ ഡോട്ടർ എന്നാണ് FILLE എന്നാണ് അത് ഫീ എന്നാണ് ഡബിൾ LE വരുമ്പോൾ ഫീ ഒക്കെ നമ്മൾ എന്താണ് സൗണ്ടിലേക്കാണ് വരിക എല്ലാം അവിടെ പ്രൊനൗൺസ് ചെയ്യില്ല. അപ്പൊ ഫീ ഫാമിലി എന്നുള്ളതിന് ഫാമി എന്നാണ്. ഓക്കെ ദെൻ OI കോമ്പിനേഷൻ ആണ്. OI കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ വ എന്നുള്ള സൗണ്ട് ആണ് വരുക. സോ ബ്ലാക്കിനെ നമ്മൾ നുവാർ എന്നാണ് പറയുന്നത് നുവാർ. സോ OI is wa for you. So these are major letter combinations you need to practice. So au revoir, à bientôt.